ഹായ് വ്യൂവേഴ്സ്, ഐ ആം ജനുജി. ഇന്ന് നമ്മൾ 4 തരം വാക്യങ്ങൾ അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. 4 തരം വാക്യങ്ങൾ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കലുണ്ട്, ഇംഗ്ലീഷിൽ ഉപയോഗിക്കലുണ്ട്. പറയുകയാണെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഇതാണ് ഈ 4 തരം വാക്യം. നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഏത് ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് ഈ 4 തരം വാക്യങ്ങൾ. അപ്പോൾ അതിലൊന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്, അതൊക്കെ പോസിറ്റീവാണ്. ഇനിയാണ് നെഗറ്റീവ്. അപ്പോൾ ഇത് തമ്മിൽ എന്താ വ്യത്യാസം നോക്കിയാൽ മതി. അല്ല, ഇല്ല. ഇപ്പം മലയാളത്തിൽ അല്ല, ഇല്ല ചേർന്ന് കഴിഞ്ഞാൽ അതിനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ നിഷേധവാക്യങ്ങൾ എന്ന് വിളിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ആൺകുട്ടിയാണ്, ഞാൻ ആൺകുട്ടിയല്ല. ഞാൻ ആൺകുട്ടി അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്ന് ചേർന്നിട്ടുണ്ട്, അതിനെയാണ് നിഷേധവാക്യം. അതേസമയം അല്ല ചേരാത്ത വാക്യങ്ങളെ നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ അത് ക്ലിയറായി, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും. അതുപോലെ ചോദ്യവുമുണ്ട്. ഇപ്പോൾ ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, നീ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അതൊരു പോസിറ്റീവ് ക്വസ്റ്റ്യനാണ്. അല്ല, നീ തയ്യാറല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിഷേധ ചോദ്യമായി, അതായത് നെഗറ്റീവ് ക്വസ്റ്റ്യനായി. ഇത്രയേ ഉള്ളൂ. ഇനി അത് ഇംഗ്ലീഷിലേക്ക് എങ്ങനെയാണ് മാറ്റാൻ നോക്കാം. അപ്പം മലയാളത്തിൽ അല്ല, ഇല്ല എന്ന് ചേരുമ്പോഴാണ് നിഷേധവാക്യം അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി. ഇംഗ്ലീഷിൽ NOT നോട്ടാണ് അതിന് ചേർക്കുക. NOT നോട്ട്. നോട്ടിൻ്റെ അർത്ഥം അല്ല, ഇല്ല എന്നൊക്കെയാണ്. നോ, നൈദർ, നോർ കുറേ വാക്യമുണ്ട്. പക്ഷേ നമ്മൾ ജനറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് NOT നോട്ട്. അപ്പോൾ ആ നോട്ട് ഇനി ചേർക്കാൻ പഠിച്ചാൽ മതി. അപ്പോൾ നോട്ട് എവിടെയാണ് കൊണ്ടുപോയി ചേർക്കുക എന്നുള്ളതാണ്. നമുക്ക് തോന്നിയെടുത്ത് കൊണ്ടുപോയി ചേർക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഇംഗ്ലീഷിലൊരു നിയമമുണ്ട്. ആഫ്റ്റർ ദ ഫസ്റ്റ് ഓക്സിലറി വേർബ്. നമ്മൾ നേരത്തെ 24 പദങ്ങൾ പഠിച്ചു. ഇപ്പോഴാണ് ആ പദങ്ങളുടെ യഥാർത്ഥ ഉപയോഗം വരുന്നത്. എന്തിനാണ്? ടു മേക്ക് നെഗറ്റീവ് സെൻറ്റൻസസ് ആൻഡ് ടു മേക്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യമുണ്ടാക്കണമെങ്കിലും നിഷേധവാക്യം ഉണ്ടാക്കണമെങ്കിൽ ഈ 24 പദങ്ങൾ വേണം. അവിടെയാണ് ഈ 24 പദങ്ങളുടെ ഒരു ടെക്നിക്ക് ഇരിക്കുന്നത്. അപ്പോൾ നിഷേധവാക്യത്തിന് നോട്ട് ചേർക്കണം. നോട്ട് എവിടെ ചേർക്കണം? ആഫ്റ്റർ ദ ഫസ്റ്റ് ഓക്സിലറി വേർബ്. ആദ്യത്തെ ഓക്സിലറി വേർബ്. ഈ 24 പദങ്ങളെയാണ് ഓക്സിലറി വേർബ്സ് എന്ന് വിളിക്കുന്നത്, നേരത്തെ നമ്മൾ കണ്ടു. അപ്പോൾ ആ പദങ്ങൾ കഴിഞ്ഞാലേ നോട്ട് ചേർക്കാവൂ. അതിന് ആഫ്റ്റർ ദ ഫസ്റ്റ് എന്ന് പറയാൻ കാരണം, ചില സെൻറ്റൻസുകൾ, ചില വാക്യങ്ങളിൽ ഒന്നിലധികം ഓക്സിലറി വേർബ് വരും. അപ്പോൾ ഇത്രേ ശ്രദ്ധിക്കുള്ള, ഏതാണോ ആദ്യം വരുന്ന ഓക്സിലറി വേർബ് അത് കഴിഞ്ഞാൽ നോട്ട് ചേർക്കാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഒരു സെൻറ്റൻസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ആം റൈറ്റ്. ഐ ആം റൈറ്റ് മീൻസ് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഐ ആം റൈറ്റ്, ഞാൻ പറഞ്ഞത് ശരിയാണ്. ഐ ആം റൈറ്റ്. ഐ ആം നോട്ട് റൈറ്റ്. അപ്പോൾ എവിടെയാണ് നോക്ക്, ഐ ആം കഴിഞ്ഞ് നോട്ട് ചേർക്കാം. ഐ ആം നോട്ട് റൈറ്റ്, ഞാൻ പറഞ്ഞത് ശരിയല്ല. ഐ ആം റൈറ്റ്, ഞാൻ പറഞ്ഞത് ശരിയാണ്. ഐ ആം നോട്ട് റൈറ്റ്, ഞാൻ പറഞ്ഞത് ശരിയല്ല. അപ്പോൾ ഈ നേരത്തെ നമ്മൾ പഠിച്ച അത് അവിടെ എല്ലാം ഈ നോട്ട് ചേർത്തിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ഐ ആം നോട്ട്, വി ആർ നോട്ട്, യു ആർ നോട്ട്, they are not. കണ്ടില്ലേ? ആ ഈസ്, ആം, ആറ് ഇത് കഴിഞ്ഞ് നോട്ട് ചേർത്ത്. ഇനി ഇപ്പുറത്ത് വരുമ്പോൾ ഹി ഈസ് നോട്ട്, ഷീ ഈസ് നോട്ട്, ഇറ്റ് ഈസ് നോട്ട്, സാബു ഈസ് നോട്ട്. എല്ലാം ഒരു നോട്ട് ചേർത്ത നിഷേധവാക്യമായി. നേരത്തെ തന്നതൊക്കെ പോസിറ്റീവാണ്, അതിൻ്റെ കൂടെ നോട്ട് ചേർത്തു. അപ്പം നമ്മളിപ്പോൾ പറയുന്നത് ഐ ആം നോട്ട് റൈറ്റ്, വി ആർ നോട്ട് റൈറ്റ്, യു ആർ നോട്ട് റൈറ്റ്, ദേ ആർ നോട്ട് റൈറ്റ്, ഹി ഈസ് നോട്ട് റൈറ്റ്, ഷീ ഈസ് നോട്ട് റൈറ്റ്, ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ആൻഡ് സാബു ഈസ് നോട്ട് റൈറ്റ്. അവിടെ ഒന്ന് ചുരുങ്ങണം. നോട്ടിൽ ചുരുക്കം വരുത്തേണ്ട. നോട്ടിൽ ചുരുക്കം വരുത്തുന്ന സെൻറ്റൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കും. ഇപ്പം ഇത്രയും നോട്ട് ചുരുങ്ങുന്നില്ല. അതേസമയം ഐ ആം നോട്ട് എന്നുള്ളത് ഐ എം നോട്ട്, യു ആർ നോട്ട് എന്നുള്ളത് യു ആർ നോട്ട് എന്നാണ്. അത് ചുരുങ്ങിയിട്ട് യു ആർ നോട്ട്, വി ആർ നോട്ട്, വി ആർ നോട്ട്. അപ്പോൾ ഇനി അതിൻ്റെ അർത്ഥം നോക്ക്. ഐ എം നോട്ട് റൈറ്റ്, ഐ എം നോട്ട് റൈറ്റ്, ഞാൻ പറഞ്ഞത് ശരിയല്ല. വി ആർ നോട്ട് റൈറ്റ്, ഞങ്ങൾ പറഞ്ഞത് ശരിയല്ല. യു ആർ നോട്ട് റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ദേ ആർ നോട്ട് റൈറ്റ്, അവർ പറഞ്ഞത് ശരിയല്ല. ഇനി ഇപ്പുറത്ത് വരുമ്പം ഹീസ് നോട്ട് റൈറ്റ്, ഹീസ് നോട്ട് റൈറ്റ്, അവൻ പറഞ്ഞത് ശരിയല്ല. ഷീസ് നോട്ട് റൈറ്റ്, അവൾ പറഞ്ഞത് ശരിയല്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് റൈറ്റ്, അത് ശരിയല്ല. ആൻഡ് സാബു ഈസ് നോട്ട് റൈറ്റ്, സാബു പറഞ്ഞത് ശരിയല്ല. അപ്പം ശരിയാണ്, ശരിയല്ല. ഇങ്ങനെ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് കഴിഞ്ഞതിൽ പഠിച്ചതാണ്. ഇപ്പം നെഗറ്റീവ് സെൻറ്റൻസ് മാത്രമേ പഠിച്ചുള്ളൂ.
അപ്പോൾ അത് ക്ലിയറായി. അപ്പം നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ആഫ്റ്റർ ദ ഫസ്റ്റ് ഓക്സിലറി വെർബ് ഈസാമാർ തുടങ്ങിയുള്ള 24 പദങ്ങൾ എവിടെ വരുന്നോ അത് കഴിഞ്ഞ് ഒരു നോട്ട് ചേർത്താൽ നിഷേധമായി. ഇനി ചോദ്യം ഉണ്ടാക്കണം. ചോദ്യം ഉണ്ടാക്കാൻ ഇതിനേക്കാൾ എളുപ്പമാണ്. തല തിരിച്ചിട്ടാൽ മതി. എന്താണ്? അയാം എന്നുള്ളതിനെ ഐ ആം, 2 പദങ്ങൾ. അതിൽ രണ്ടാമത്തെ പദത്തെ ആദ്യം ആക്കുക, ഒന്നാമത്തെ പദത്തെ രണ്ടും ആക്കുക. നോക്ക്, അയാം എന്നുള്ളത് ആമൈ, അയാം എന്നുള്ളത് ആമൈ. അയാം മീൻസ് ഞാനാണ്. ആമൈ ഞാനാണോ, ആമൈ ഞാനാണോ എന്നാണ്. ഇനി യു ആർ നീയാണ്, ആർ യു നീയാണോ. ദെൻ വി ആർ ഞങ്ങളാണ്, ആർ വി ഞങ്ങളാണോ. എത്ര എളുപ്പം നോക്ക്. അതുപോലെ ദേ ആർ ദേ, ഹി ഈസ് ഹി, ഷീ ഈസ് ഷീ, ഇറ്റ് ഈസ് ഇറ്റ്, സാബു ഈസ് സാബു. അപ്പോൾ ഏത് ഇത് വരുന്നുണ്ടോ അതിനൊന്ന് തലതിരിച്ചിടുമ്പോഴേക്കും അത് ചോദ്യവാക്യമായി. അതും പോസിറ്റീവ്. അതിൽ നോട്ട് ചേരാത്തതുകൊണ്ട് അതിനെയാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുക. ഒരു കണക്ക് പഠിക്കുന്നത് പോലെ, മാത്തമാറ്റിക്സ് പഠിക്കുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് പഠിച്ചു. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ദി ഈസിയസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതുപോലെ മലയാളം പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ ട്രൈഡ് ബട്ട് ഐ ഫെയിൽഡ്. അത് പിന്നെ പറയാ കഥ എന്താണെന്നുള്ളത്. ഏതായാലും ഇംഗ്ലീഷ് വളരെ എളുപ്പമാണ്. തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ഒന്ന് തലതിരിച്ചിടുമ്പോൾ അത് ചോദ്യമായി. ഇനി നേരത്തെ പറഞ്ഞ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ആം ഐ റൈറ്റ്, ആമൈ, അയാം എന്നുള്ളത് തലതിരിച്ചിട്ടുള്ള ആമൈ. അത് ഓരോന്നും പറയുന്നത് എങ്ങനെ നോക്ക്. ആം ഐ റൈറ്റ്, ഞാൻ പറഞ്ഞത് ശരിയാണോ. ആർ വി റൈറ്റ്, ഞങ്ങൾ പറഞ്ഞത് ശരിയാണോ. ആർ യു റൈറ്റ്, നീ പറഞ്ഞത് ശരിയാണോ. ആർ ദേ റൈറ്റ്, അവർ പറഞ്ഞത് ശരിയാണോ. ഈസ് ഹി റൈറ്റ്, അവൻ പറഞ്ഞത് ശരിയാണോ. ഈസ് ഷീ റൈറ്റ്, അവൾ പറഞ്ഞത് ശരിയാണോ. ഈസ് ഇറ്റ് റൈറ്റ്, അത് ശരിയാണോ. ഈസ് റൈറ്റ്, അതെപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ദെൻ ഈ സാബു റൈറ്റ്, സാബു പറഞ്ഞത് ശരിയാണോ. അപ്പം അത്ര എളുപ്പമാണ്. ആ ഒരു സബ്ജക്റ്റ് ഒരു ഓക്സിലറി വേർബ് അതിനൊന്ന് തല തിരിച്ചിട്ടപ്പോൾ അത് ക്വസ്റ്റ്യനായി. ഇനി ഇതുപോലെ തന്നെ എളുപ്പമാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ. നെഗറ്റീവ് എന്ന് കേൾക്കുമ്പോൾ നോട്ട് ചേർക്കണം എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമ്മളിപ്പോൾ ആമൈ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു നോട്ട് കൂടി ചേർക്കുക. ആമൈ നോട്ട്. ആമൈ മീൻസ് ഞാനാണോ, ആമൈ നോട്ട് ഞാനല്ലേ എന്നായി. ദെൻ ആർ യു നീയാണോ, ആർ യു നോട്ട് നീ അല്ലേ. ഇത്ര പെട്ടെന്ന് ആ ചോദ്യങ്ങൾ വരുന്ന നോക്ക്. ഇതാണ് ഇതിൻ്റെ ബേസ്. പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കത് മുഴുവനൊന്ന് പറഞ്ഞു നോക്കാം. RIGHT റൈറ്റ് തന്നെ എടുത്തിട്ട്. അപ്പം ആം ഐ നോട്ട് റൈറ്റ്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ. ആർ വി നോട്ട് റൈറ്റ്, ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ. ആർ യു നോട്ട് റൈറ്റ്, നീ പറഞ്ഞത് ശരിയല്ലേ. ആർ ദേ നോട്ട് റൈറ്റ്, അവർ പറഞ്ഞത് ശരിയല്ലേ. ഈസ് ഹി നോട്ട് റൈറ്റ്, അവൻ പറഞ്ഞത് ശരിയല്ലേ. ഈസ് ഷീ നോട്ട് റൈറ്റ്, അവൾ പറഞ്ഞത് ശരിയല്ലേ. ഈസ് ഇറ്റ് നോട്ട് റൈറ്റ്, അത് ശരിയല്ലേ. ഈസ് സാബു നോട്ട് റൈറ്റ്, സാബു പറഞ്ഞത് ശരിയല്ലേ. ഇവിടെ ചുരുക്കാനൊന്നും പോണ്ട, ചുരുക്കുന്ന രൂപം പിന്നെ പഠിക്കാം. ഇപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യനും ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ 4 തരത്തിൽ പഠിച്ചു. ഐ ആം റൈറ്റ്, ഐ ആം നോട്ട് റൈറ്റ്, ആം ഐ റൈറ്റ്, ആം ഐ നോട്ട് റൈറ്റ്. ഏതും ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഹി ഈസ് റൈറ്റ്, ഹി ഈസ് നോട്ട് റൈറ്റ്, ഈസ് ഹി റൈറ്റ്, ഈസ് ഹി നോട്ട് റൈറ്റ്. ഏതെടുത്താലും ഇങ്ങനെ 4 തരം വാക്യങ്ങളേ ഉള്ളൂ. ഇതേ പഠിക്കാനുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് പദങ്ങൾ കൂടി, ഇത് ഞാൻ പറഞ്ഞില്ലേ ഓരോ ഇതിനും നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായി വരുന്ന കുറച്ച് പദങ്ങൾ പഠിക്കാം. ഇന്നും അതുപോലെ കുറച്ച് പദങ്ങൾ. ഒന്ന് ഗുഡ് ലുക്കിംഗ്. എന്താ ഈ ഗുഡ് ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ കാണാൻ സൗന്ദര്യമുള്ള എന്നാണ്. നമുക്ക് ബ്യൂട്ടിഫുൾ ഇങ്ങനെ തുടങ്ങി പ്രെറ്റി ഇങ്ങനെ കുറേ പദങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വെറും ഗുഡ് ലുക്കിംഗ്. മലയാളത്തിലും നമ്മൾ പറയും കാണാൻ കൊള്ളാവുന്ന. ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത്, ലുക്കിംഗ് കാണാൻ. അപ്പം കാണാൻ കൊള്ളാവുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കാണ് ഗുഡ് ലുക്കിംഗ്. ആസ് എ ബ്യൂട്ടിഫുൾ, പ്രെറ്റി ഇതൊക്കെ വരുമ്പോൾ കുറച്ച് റൂൾസൊക്കെ മാറി. ഇപ്പം നമ്മൾ ഗുഡ് ലുക്കിംഗ് എന്നത് ഹി ഈസ് ഗുഡ് ലുക്കിംഗ് ഓർ ഷീ ഈസ് ഗുഡ് ലുക്കിംഗ്. അവൻ സുന്ദരനാണ്, അവൾ സുന്ദരിയാണ്. അതിനൊക്കെ ഗുഡ് ലുക്കിംഗ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സൗന്ദര്യമുള്ള എന്നർത്ഥത്തിൽ ഗുഡ് ലുക്കിംഗ്. ഇനി റിച്ച്, നേരത്തെ നമ്മൾ പഠിച്ചതാണ്, പണക്കാരനായ, പണമുള്ള ആളെയാണ്. ഇനി ഗിൽറ്റി, GUILTY, ഗിൽറ്റി. അത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു പുതിയ വാക്ക്. അതെന്താണ്? കുറ്റക്കാരനായ എന്നാണ് ഗിൽറ്റി. ഗിൽറ്റ് കുറ്റം, ഗിൽറ്റി കുറ്റക്കാരനായ. ഇനി പുതിയൊരു വാക്ക്, ഇതെപ്പോഴും നമുക്ക് വേണ്ടി വരുന്ന STINGY,
സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ പിശുക്കുള്ള എന്നാണ് അർത്ഥം. പിശുക്കനായ, പിശുക്കത്തിയായ, ഇതിനൊക്കെ ഒരു വേർഡാണ് STINGY, സ്റ്റിഞ്ചി. ഇനി ബിസി, BUSY, ബിസി, തിരക്കുള്ള, ബിസി, തിരക്കുള്ള. ഇനി മാരീഡ്, അത് നമ്മൾ നേരത്തെ പഠിച്ച വിവാഹിതനായ അല്ലെങ്കിൽ വിവാഹിതയായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് MARRIED, മാരീഡ്. അപ്പോൾ ഇത്രയും പദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കൊരു ടെസ്റ്റ് വരുന്നു, ഒരു ട്രാൻസ്ലേഷൻ. ഒന്ന് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച ഈ 4 വാക്യങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെയാണ് ആ സെൻറ്റൻസുകൾ? അയാൾ കുറ്റക്കാരനാണോ? ഒന്നാമത്തെ ചോദ്യം, അയാൾ കുറ്റക്കാരനാണോ? അതൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. അതുപോലെ അപ്പോൾ അതിൻ്റെ ഉത്തരം കൊടുക്കുകയാണ്, അയാൾ കുറ്റക്കാരനല്ല. അപ്പം നമ്മളൊരു ചോദ്യവും പഠിച്ചു, ഒരു നെഗറ്റീവ് ആൻസർ, അയാൾ കുറ്റക്കാരനല്ല. അടുത്തത്, നിങ്ങൾ വിവാഹിതയല്ലേ? നിങ്ങൾ വിവാഹിതയല്ലേ? ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ മറുപടി ഇവിടെ പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കൊടുക്കുകയാണെങ്കിൽ ഒരാൾ പറയുകയാണ് ഞാൻ വിവാഹിതയല്ല. ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ വിവാഹിതയല്ലേ? ഞാൻ വിവാഹിതയല്ല. അവൾ തിരക്കിലാണോ? അവൾ തിരക്കിലാണോ? നമ്മൾ ചോദിക്കുന്നതാണ്, അവൾ തിരക്കിലാണോ? മറ്റൊന്ന്, അവൻ പിശുക്കനാണോ? അവൻ പിശുക്കനാണോ? അവൾ സുന്ദരിയല്ലേ? അവൾ സുന്ദരിയല്ലേ? ഇപ്പം നമ്മൾ ചിലപ്പോൾ പെണ്ണ് കാണാനൊക്കെ പോയി തിരിച്ച് വന്നിട്ട് അല്ല എങ്ങനെ അവൾ കാണാൻ സുന്ദരിയല്ലേ എന്ന് ചോദിക്കും. ആ ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ടോണൊക്കെ വരുമ്പോഴാണ് ശരിക്കും അതിന് ലൈഫ് വരുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിലാദ്യത്തെ ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ആദ്യത്തെ എന്താണ്? അയാൾ കുറ്റക്കാരനാണോ എന്നാണ്. അപ്പോൾ ആ സെൻറ്റൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അതിലല്ല ഇല്ല വരുന്നില്ല, കുറ്റക്കാരനാണോ എന്നാണ്. അപ്പോൾ കുറ്റക്കാരന് നമ്മളൊരു വാക്ക് പഠിക്കുകയും ചെയ്തു, അതാണ് ഗിൽറ്റി എന്ന് പറഞ്ഞാൽ. ഇനി അയാൾ എന്നാണ്. അയാൾ അപ്പോൾ അയാൾ എന്ന് പറയുമ്പോൾ ഹീ എന്നാണ് വാക്ക്. അതിൻ്റെ കൂടെ എപ്പോഴും ഈസാണ് ചേർന്നത്. അപ്പം ഹീ ഈസ് ഗിൽറ്റി, അയാൾ കുറ്റക്കാരനാണ്. അപ്പം അത് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹീസ് ഒന്ന് തലതിരിച്ചിട്ടാൽ മതി. അപ്പം എന്തായി? ഈസ് ഹി ഗിൽറ്റി? ഈസ് ഹി ഗിൽറ്റി? കണ്ടില്ലേ, ചോദ്യം കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യാം. അത് ശരിക്കും ശ്രദ്ധിച്ച് കുറച്ചായിട്ട് നമ്മൾ പഠിച്ചാൽ മതി. കൂടുതലൊന്നും എല്ലാം കൂടി ഒന്നിച്ച് പഠിക്കാൻ പോകണ്ട. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇങ്ങനെ ഓരോ ദിവസവും കഴിയും തോറും കൂടി വരുന്ന, ആ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ആ പ്രാവീണ്യം കൂടി വരുന്ന കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. Thank you very much for watching this video. Goodbye till we meet again.